നമസ്കാരം സുഹൃത്തുക്കളെ, ഫാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ സുന്ദരമായ നീലഗ്രഹം എങ്ങനെയുണ്ടായി എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ കോടിക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ വമ്പൻ ആസ്ട്രോയിഡുകളുടെ ഇടികളും അതിഭീകരമായ മഞ്ഞുകാലങ്ങളും വിചിത്രമായ ജീവികളുടെ ഉദയവും വംശനാശവുമെല്ലാം ഈ ഭൂമി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ജനനം മുതൽ മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ വരെയുള്ള ആവേശകരമായ ആ യാത്രയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഈ വീഡിയോ പരമാവധി മുഴുവനായി കാണുക, കാരണം വെറും 4 മിനിറ്റ് കൊണ്ട് 5 ബില്യൺ വർഷത്തെ ചരിത്രം നിങ്ങൾക്ക് ലഭിക്കും. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സൗരയൂഥം അന്തരീക്ഷത്തിലുണ്ടായിരുന്ന കനത്ത വാതകവും പൊടിയും ചേർന്ന ഒരു മേഘത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്. ആ മേഘം ചുരുങ്ങി ചുറ്റിത്തിരിയുന്ന ഒരു വലയമായി മാറി അത് കൂടുതൽ ചൂടാകുകയും ഒടുവിൽ ഹൈഡ്രജൻ ഹീലിയമായി ചേർന്ന് പോകുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ സൂര്യൻ ജനിച്ചു. അതോടൊപ്പം കുഞ്ഞു ഭൂമിയും രൂപം കൊള്ളാൻ തുടങ്ങി. നമ്മുടെ നക്ഷത്രം രൂപപ്പെട്ടതിന് ശേഷം ആ ചുറ്റിത്തിരിയുന്ന വലയത്തിന്റെ അറ്റങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും തമ്മിൽ ഒത്തുചേർന്ന് കട്ടകളായി മാറാൻ തുടങ്ങി. ഈ കട്ടകളാണ് പിന്നീട് നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമായി വളർന്നത്. അവ കൂടുതൽ വസ്തുക്കൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വലുതായി കൂടുതൽ വൃത്താകൃതിയിലായി. സൗരയൂഥത്തിലെ തണുത്ത പ്രദേശങ്ങളിലെ കട്ടകൾ പ്രധാനമായും മഞ്ഞ്, ദ്രവങ്ങൾ, വാതകങ്ങൾ എന്നിവയാൽ ഉണ്ടായിരുന്നു. സൂര്യനോട് അടുത്ത ഭാഗങ്ങളിൽ പാറകൾ ചേർന്ന് മാഴ്സ്, ഭൂമി പോലുള്ള അകത്തെ ഗ്രഹങ്ങൾ രൂപപ്പെട്ടു. ഈ പുതുതായി രൂപപ്പെട്ട ഭൂമി അഗ്നിപർവ്വത പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു. ഇത് ഹൈഡ്രജൻ സൾഫൈഡ്, മീഥേൻ, കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ പുറന്തള്ളുകയും ചെയ്തു. ഈ വാതകങ്ങളാണ് നമ്മുടെ ഗ്രഹത്തിന്റെ ആദ്യ അന്തരീക്ഷം രൂപപ്പെടുത്തിയത്. പ്രാരംഭ ഭൂമി നിരന്തരം വലിയ ആസ്ട്രോയിഡുകളും ധൂമകേതുക്കളും കൊണ്ട് ഇടിക്കപ്പെട്ടു. ഉടൻ തന്നെ ഭൂമി ഇതിലും ശക്തമായ ഒരു കൂട്ടിയിടി അനുഭവിച്ചു. മാഴ്സിന്റെ വലുപ്പമുള്ള തെയ എന്നൊരു ഗ്രഹം നമ്മുടെ യുവഭൂമിയെ ശക്തമായി ഇടിച്ചു. ഈ ഭീമൻ കൂട്ടിയിടി ഭൂമിയുടെ ചുറ്റും വസ്തുക്കൾ ചിതറിച്ചു. പിന്നീട് ഗുരുത്വാകർഷണം അവയെ ഒന്നിച്ചു ചേർത്ത് ഇന്ന് നമ്മൾ അറിയുന്ന ചന്ദ്രനെ സൃഷ്ടിച്ചു. ഈ ചൂടുള്ള പ്രാരംഭ ഭൂമിയിൽ സമുദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല. എല്ലാ വെള്ളവും വാതക രൂപത്തിലായിരുന്നു. പക്ഷേ ഏകദേശം 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമി തണുത്ത് വെള്ളം ദ്രവമായി മാറാൻ തുടങ്ങി. ആദ്യത്തെ പ്രാഥമിക സമുദ്രം ഭൂമിയെ മൂടി അതിനെ ഒരു വെള്ളഗ്രഹമാക്കി. വെള്ളം ജീവൻ ഉണ്ടാകാൻ ആവശ്യമായ ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് ഈ വെള്ളത്തിന്റെ സാന്നിധ്യത്തിൽ ഏകദേശം 3.7 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവൻ ഉദിച്ചു. ഈ ആദ്യ ജീവികൾ വളരെ ചെറുതായ സൂക്ഷ്മജീവികളായിരുന്നു. പക്ഷേ ഏകദേശം 1 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ഇവയിൽ ചിലത് ലോകത്തിന്റെ ഗതി തന്നെ മാറ്റി. ഭൂമി നീണ്ടു നിൽക്കുന്ന ഒരു വെള്ളഗ്രഹമായി തുടരുകയില്ല. ഉടൻ തന്നെ ആദ്യ ഭൂഖണ്ഡങ്ങൾ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു. ശാസ്ത്രജ്ഞർ അവയെ ക്രാറ്റോണുകൾ എന്ന് വിളിക്കുന്നു. കൂടുതൽ ഭൂഭാഗങ്ങൾ ഉയർന്നപ്പോൾ ആദ്യത്തെ വലിയ സംയുക്ത ഭൂഖണ്ഡം രൂപപ്പെട്ടു. വാൽപാര എന്ന ഈ ഭൂഖണ്ഡം അത്ര വലിയതായിരുന്നില്ല. അത് ഓസ്ട്രേലിയയുടെ വലുപ്പത്തേക്കാൾ ചെറിയതായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ഏകദേശം 2.4 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് സൈനോബാക്ടീരിയ എന്ന ജീവികൾ സൂര്യപ്രകാശം ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിൽ വികസിച്ചു. ഒടുവിൽ ഭൂമിയുടെ അന്തരീക്ഷം ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ മാറ്റുന്ന ഓക്സിജൻ ഉൽപാദകർ ഉണ്ടായി. ഈ പുതിയ ഓക്സിജൻ മൂലം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറഞ്ഞു. അതുകൊണ്ട് ഗ്രഹം വളരെ തണുത്തതായി മാറി. ഭൂമിയുടെ വലിയ ഭാഗങ്ങൾ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടു. ഇത് ആദ്യത്തെ മഞ്ഞുകാലമായി. ഭൂമിയുടെ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂഖണ്ഡങ്ങളും നീങ്ങിക്കൊണ്ടിരുന്നു. അവ പിരിഞ്ഞ് വീണ്ടും ചേർന്ന് അടുത്ത വലിയ സംയുക്ത ഭൂഖണ്ഡമായ റോഡിനിയയായി. റോഡിനിയ യഥാർത്ഥത്തിൽ വലിയ ഒരു സംയുക്ത ഭൂഖണ്ഡമായിരുന്നു. അത് ഭൂമിയെ മൂടിയ ഏറ്റവും വലിയ ഭൂഖണ്ഡമായിരിക്കാമെന്ന് കരുതുന്നു. ജീവിതം കൂടുതൽ സങ്കീർണമായി വളർന്നു. എന്നാൽ പിന്നെ എന്തോ സംഭവിച്ചു. റോഡിനിയ പിരിഞ്ഞു പുതിയൊരു സംയുക്ത ഭൂഖണ്ഡം രൂപപ്പെട്ടു. അതിനെ പന്നോട്ടിയ എന്ന് വിളിച്ചു. തുടർന്ന് ഏകദേശം 540 മുതൽ 485 മില്യൺ വർഷങ്ങൾക്കിടയിൽ പുതിയ ജീവികളുടെ ഒരു വലിയ വർധനവുണ്ടായി. ഈ കാലഘട്ടം കാംബ്രിയൻ പൊട്ടിത്തെറി എന്നാണ് അറിയപ്പെടുന്നത്. ഈ സമയത്ത് രൂപപ്പെട്ട ജീവികൾക്ക് ഷെൽ അല്ലെങ്കിൽ മൂർച്ചയുള്ള ഭാഗങ്ങൾ പോലുള്ള കഠിന ഘടനകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രശസ്തമായത് ട്രൈലോബൈറ്റ് എന്ന വിചിത്ര രൂപത്തിലുള്ള ജീവികളായിരുന്നു. ഏകദേശം 440 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് കാലാവസ്ഥ പെട്ടെന്ന് മാറി. സമുദ്രത്തിന്റെ ചൂട് വളരെ മാറി. ഭൂമിയിൽ ആദ്യ വലിയ കൂട്ടമായ വംശനാശം സംഭവിച്ചു. ഇതാണ് ഓർഡോവിഷ്യൻ സിലൂറിയൻ വംശനാശം. ആ സമയത്ത് വ്യാപകമായി ജീവിച്ചിരുന്ന പല ജീവികളും ഇല്ലാതായി. ഈ ജീവികളിൽ പലതും ഇന്നത്തെ ഭൂമിയിലെ പരിസ്ഥിതി വ്യവസ്ഥകൾക്ക് അടിസ്ഥാനം വെച്ചു. ഏകദേശം 420 മുതൽ 350 മില്യൺ വർഷങ്ങൾക്കിടയിൽ ആദ്യ മരങ്ങൾ ഭൂമിയിൽ വളർന്നു. ആദ്യ ജീവികൾ കരയിലേക്ക് വന്നു. 250 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമി പാഞ്ചിയ എന്ന വലിയ സംയുക്ത ഭൂഖണ്ഡം കൊണ്ട് മൂടപ്പെട്ടു. ദുഃഖകരമായി ഈ സമയത്താണ് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വംശനാശം സംഭവിച്ചത്. അതിനെ മഹാവംശനാശം എന്ന് വിളിക്കുന്നു. വലിയ അളവിലുള്ള വാതകങ്ങൾ പുറന്തള്ളപ്പെടുകയും ചൂട് കൂടുകയും ചെയ്തതുകൊണ്ട് ഏകദേശം 90% ജീവികൾ ഇല്ലാതായി. എന്നാൽ ഈ വംശനാശം പുതിയ ജീവികൾക്ക് വളരാൻ വഴിയൊരുക്കി. ഏകദേശം 240 മുതൽ 230 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ആദ്യ ഡൈനോസറുകൾ ഉണ്ടായി. അടുത്ത 150 മില്യൺ വർഷങ്ങൾ അവ ഭൂമിയെ ഭരിച്ചു. നിങ്ങൾ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കരജീവിയായ അർജന്റിനോസോറസ് പോലുള്ള ജീവികളെ കണ്ടേനെ. അല്ലെങ്കിൽ ടീറക്സ് പോലുള്ള ശക്തമായ വേട്ടക്കാരൻ നിങ്ങളെ പിന്തുടർന്നേനെ. ഈ സമയത്ത് പാഞ്ചിയ പിരിഞ്ഞ് ഇന്നത്തെ ഭൂഖണ്ഡങ്ങൾ രൂപപ്പെട്ടു. നിങ്ങൾക്കറിയാമായിരിക്കും പിന്നെ എന്താണ് സംഭവിച്ചത്. 66 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു ആസ്ട്രോയിഡ് ഇന്നത്തെ മെക്സിക്കോ പ്രദേശത്ത് ഭൂമിയിൽ ഇടിച്ചു. അതിനാൽ ആകാശം പൊടിയും കഷണങ്ങളും കൊണ്ട് നിറഞ്ഞു. സൂര്യപ്രകാശം തടഞ്ഞു. ഇതോടെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി.
ഡൈനോസറുകൾ ഇല്ലാതായി. തുടർന്നു വരുന്ന ജീവികളിൽ സസ്തനികൾ കൂടുതലായി. ഏകദേശം 6 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ആദ്യ മനുഷ്യരൂപങ്ങൾ ഭൂമിയിൽ നടന്നു. ഈ ജീവിയെ സഹലാന്ത്രോപസ് എന്ന് വിളിക്കുന്നു. ഇവർ 4 കാലിൽ നടക്കുന്നതായിരുന്നു. 4 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ നേരെ നടക്കാൻ തുടങ്ങി. ഏകദേശം 1 മില്യൺ വർഷങ്ങൾക്ക് ശേഷം അവർ ആദ്യ ഉപകരണങ്ങൾ ഉണ്ടാക്കി. ഏകദേശം 8 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് അവർ തീ നിയന്ത്രിക്കാൻ പഠിച്ചു. ഭക്ഷണം പാകം ചെയ്യാനും ചൂട് ലഭിക്കാനും ഇത് സഹായിച്ചു. അവരുടെ ബുദ്ധി വേഗത്തിൽ വളർന്നു. അവർ തമ്മിൽ ആശയവിനിമയം നടത്താനും ലോകവുമായി ഇടപഴകാനും പഠിച്ചു. തുടർന്ന് 40,000 മുതൽ 15,000 വർഷങ്ങൾക്കിടയിൽ ഹോമോസാപ്പിയൻസ് ഒഴികെ മറ്റ് മനുഷ്യവർഗ്ഗങ്ങളെല്ലാം ഇല്ലാതായി. 10,000 വർഷങ്ങൾക്ക് മുൻപ് ആദ്യ കർഷകർ ഉണ്ടായി. അവർ യാത്ര നിർത്തി ഒരിടത്ത് താമസിക്കാൻ തുടങ്ങി. ഏകദേശം 250 വർഷങ്ങൾക്ക് മുൻപ് വ്യവസായ വിപ്ലവം നടന്നു. വലിയ സാങ്കേതിക സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടായി. ഗ്രാമജീവിതം നഗരജീവിതമായി മാറി. മനുഷ്യരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. 1804 1 ബില്യൺ, 1927 2 ബില്യൺ, ഇന്ന് 8 ബില്യൺക്ക് മുകളിൽ. ഇപ്പോൾ ഒരു പുതിയ ഭീഷണി ഉയരുന്നു. കാലാവസ്ഥ മാറ്റം. ചൂട് കൂടുന്നു. സമുദ്രനിരപ്പ് ഉയരുന്നു. ജീവജാല വൈവിധ്യം കുറയുന്നു. മാറ്റമില്ലെങ്കിൽ വീണ്ടും ഒരു വലിയ വംശനാശം സംഭവിക്കാം.